നമസ്കാരം. എൻട്രാക്കട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യകാലങ്ങളിൽ തരൂര്, തറവായൂര്, പിന്നീട് പാലക്കാട് കുടുംബം, ശേഖരി രാജവംശം എന്നൊക്കെ പേരിൽ അറിയപ്പെട്ട ഈ രാജവംശത്തിലെ ഈ ഭാഗത്ത് ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു കോട്ടയും അവരുടെ പിന്നീടുള്ള തലമുറകൾ ജീവിച്ചിരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചരിത്രാവശേഷിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. തരൂർ സ്വരൂപത്തിന്റെ ചരിത്രവും കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ചെയ്തിട്ടുള്ളതിനാൽ കൂടുതലായിട്ട് അത് ഇവിടെ വിശദീകരിക്കുന്നില്ല. എങ്കിലും പുതുതായി വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ചെറുതായി അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം നൽകാം. ഇന്നത്തെ പാലക്കാട്, ആലത്തൂര്, ചിറ്റൂര് താലൂക്കുകൾ ഉൾപ്പെട്ട പ്രദേശമായിരുന്നു തരൂർ സ്വരൂപത്തിന്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശം. ഈ പ്രദേശത്തിന്റെ തെക്ക് ഭാഗം ഭരിച്ചിരുന്നത് നമ്പിടിമാരായിരുന്നു. നമ്മൾ കടന്നു പോകുന്ന ഈ തരൂര് ഈ പാലക്കാട് രാജ്യത്തിന്റെ രാജ്യാതിർത്തിയുടെ തെക്കേ അറ്റത്തുള്ള ഭാഗമാണ്. ആദ്യകാലങ്ങളിൽ പൊറൈനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം പാണ്ഡ്യരാജാവായ പുരുഷവേഷം ധരിച്ച ശുഭാംഗി എന്ന ഒരു സ്ത്രീയായിരുന്നു അത്രേ ഭരിച്ചിരുന്നത്. AD 980 കൊങ്കു പ്രദേശത്ത് നിന്നുള്ള ഒരു ആക്രമണം ഈ പ്രദേശത്ത് ഉണ്ടായപ്പോൾ നെടുമ്പുറയോരുടെയും അതുപോലെ തന്നെ ഏറനാടിൻ്റെയും പെരുമ്പടപ്പിൻ്റെയും വള്ളുവനാടിൻ്റെയും എല്ലാം ഒരു സംയുക്തമായ സൈന്യം ഈ അധിനിവേശ പടയെ തുരത്തി ഓടിച്ചു. ചെയ്തു തന്ന ഉപകാര സ്മരണയ്ക്ക് കൊച്ചി രാജ്യത്തിന് ചിറ്റൂർ പ്രദേശം കൊടുത്തു എന്നും കൊടുവായൂര് സാമൂതിരിക്ക് നൽകിയെന്നും ഉള്ള അതൊക്കെ ഒരു കഥയാണെന്നും ആ കാലത്ത് പെരുമ്പടപ്പ് സ്വരൂപം ഉണ്ടായിട്ടില്ല എന്നും എല്ലാം വാദിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. വെള്ളപ്പനട്ട അല്ലെങ്കിൽ വെളപ്പനാട് രാജ എന്ന പേരിലായിരുന്നു അത്ര ആദ്യകാലങ്ങളിൽ പാലക്കാട് രാജാക്കന്മാരെ അറിയപ്പെട്ടിരുന്നത്. തുടക്കത്തിൽ ഇവരുടെ തറവാട് അല്ലെങ്കിൽ ഇവരുടെ ആദിമ വസതി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ള പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ ആ ഗ്രൗണ്ട് അല്ലെങ്കിൽ മൈതാനത്തിന് സമീപത്തായിരുന്നു അത്രേ. ഹൈദരാലിയുടെ വരവോട് കൂടിയാണ് അത്ര പിന്നീട് ഇവര് കല്ലേക്കുളങ്ങര ഭാഗത്തേക്ക് മാറിയത്. ഇവർക്ക് ആദ്യകാലങ്ങളിൽ സാമൂതിരിയോടും അടുപ്പമുണ്ടായിരുന്നു, കൊച്ചി രാജാവുമായിട്ടും അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ കൊച്ചി രാജാവുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഒരു ചർച്ച് കാണാം. ഇതിന്റെ സൈഡിൽ ഈ അടുത്ത കാലത്ത് പണിതതായിരിക്കാം. ചരിത്രകാരനായ ശ്രീധരമേനോന്റെ അഭിപ്രായത്തിൽ ഇവര് യഥാർത്ഥത്തില് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പൊന്നാനിക്കടുത്തുള്ള ആദവനാട് എന്ന പ്രദേശത്തിലായിരുന്നു അത്രേ. അന്ന് ഈ പാലക്കാട് പ്രദേശത്ത് ഉണ്ടായിരുന്നത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളായിരുന്നു. എന്തോ ഒരു കാരണത്താൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറിയതാണ് അത്ര ഈ സ്ഥലം. അങ്ങനെയാണ് ഇത്ര ഇവർ പാലക്കാട് എത്തിയത്. പാലക്കാട് ആ കാലത്ത് കൊടും വനമായിരുന്നു. പാലക്കാട് ചേരി എന്നറിയപ്പെടുന്ന ആ സ്ഥലം എന്നൊക്കെ കേൾക്കാനുണ്ട്. അക്കാലത്ത് പാലക്കാട് ചേരി പാലക്കാട് തന്നെ ആയിരുന്നു അത്ര, ഒരു കൊടും വനമായിരുന്നു അത്ര ഈ പ്രദേശങ്ങളിലൊക്കെ ഭൂരിഭാഗവും ഉണ്ടായിരുന്നത്. കോങ്ങാട്, എടത്തറ, മണ്ണൂര് ഈ പ്രദേശങ്ങളിലെ നാടുവാഴികളെല്ലാം ഈ പാലക്കാട് രാജാവിന്റെ കീഴിലുണ്ടായിരുന്ന നാടുവാഴികളായിരുന്നു അത്രേ. പിന്നീടാണ് അവർ സാമൂതിരിയുടെയും കൊച്ചി രാജ്യത്തിൻ്റെയൊക്കെ അവരുടെ ഭാഗത്തേക്ക് കൂറുമാറിയത്. പാലക്കാട് രാജകുടുംബവും കൊച്ചി രാജകുടുംബവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒരുപാട് കഥകളൊക്കെ കേൾക്കാനുണ്ട്. 13ാം നൂറ്റാണ്ടില് പാലക്കാട് രാജകുടുംബത്തിലെ 2 രാജകുമാരിമാരെ കൊച്ചി കുടുംബത്തിലെ 2 രാജകുമാരന്മാർ വിവാഹം കഴിച്ചെന്നും അതിനുണ്ടായ സന്താന പരമ്പരകളാണ് പിന്നീട് വന്നിട്ടുള്ള കുടുംബാംഗങ്ങൾ, അതായത് പാലക്കാട് കുടുംബാംഗങ്ങൾ എന്ന് പറയപ്പെടുന്നു. മറ്റൊന്ന് കേൾക്കുന്നത്, പണ്ടത്തെ കാലത്ത് കുതിരാൻ മലയുടെ മുകളിൽ ഒരു കൊടും വനമായിരുന്നു അത്രേ. ഈ വനത്തിനുള്ളിലേക്ക് കൊച്ചി രാജാവിന്റെ 4 ആനകൾ കയറിപ്പോവുകയും അവയെ പിന്നീട് കണ്ടെത്താൻ കഴിയുകയും ചെയ്തില്ല അത്രേ. ഈ ആനകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു രാജകുമാരനും 4 നായർ പടയാളികളും വനത്തിനുള്ളിൽ കയറി തിരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആദിവാസികളുടെ സഹായത്തോടെ ആനകളെ കണ്ടെത്തുകയും വളരെ ആഘോഷത്തോടു കൂടി കൊച്ചി രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ രാജകുടുംബത്തിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു. പക്ഷെ ഇതിനിടയ്ക്ക് കൊച്ചി രാജകുമാരന് അവിടെ ഉണ്ടായിരുന്ന ആദിവാസി ആയിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ട് അടുപ്പം തോന്നുകയും
അവരെ വിവാഹം കഴിക്കാൻ ശാഠ്യം പിടിക്കുകയും ചെയ്തതിനാൽ കൊച്ചി രാജകുടുംബത്തിൽ നിന്ന് ഇദ്ദേഹത്തിനെ ജാതി ഭ്രഷ്ട് കൽപ്പിക്കുകയും തുടർന്ന് അദ്ദേഹം ഈ പാലക്കാട് പ്രദേശത്തേക്ക് വരികയും ഈ ആദിവാസി സ്ത്രീയെ കല്യാണം കഴിച്ച് ആദിവാസികളുടെ സഹായത്തോടു കൂടി ഇവിടെ ഒരു രാജവംശം സ്ഥാപിച്ചെടുത്തതാണ് എന്നും ഒരു ഐതിഹ്യം കേൾക്കാനുണ്ട്. അതിലുണ്ടായ സന്താന പരമ്പരകളാണത്രേ പിന്നീട് ഈ പ്രദേശമെല്ലാം ഭരിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ ഈ പ്രദേശത്തെ 8 ഇടങ്ങളായിട്ടായിരുന്നു അത്രേ വിഭജിച്ചിരുന്നത്. പിന്നീട് അത് 27 ഇടമായി മാറി 20 എണ്ണം വടക്കു ഭാഗത്തും 7 എണ്ണം തെക്കു ഭാഗത്തുമായി മാറി. രാജകുടുംബത്തിലെ ഏറ്റവും മുതിർന്നയാളെ അച്ഛൻ അല്ലെങ്കിൽ ശേഖരി രാജ എന്ന് അറിയപ്പെട്ടു. രണ്ടാമത്തെ ആളെ ഇളയ തമ്പുരാൻ എന്നും മൂന്നാമത്തെ ആള് തരൂര് അല്ലെങ്കിൽ കാവശ്ശേരി തമ്പുരാൻ എന്നും നാലാമത്തെ ആള് തളത്തമ്പുരാൻ എന്നും അഞ്ചാമത്തെ ആള് കരിപ്പുട്ട മുറുൻ രാജ എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത് അത്രേ. ഇവരിലെ സ്ത്രീകളെ നേത്യ എന്നാണ് വിളിച്ചു വന്നിരുന്നത്. 18ാം നൂറ്റാണ്ടില് സാമൂതിരി ഈ പ്രദേശം വീണ്ടും കീഴടക്കിയപ്പോൾ കൽപ്പാത്തിയിലേക്ക് അച്ഛന്മാരെ വിളിച്ചു വരുത്തുകയും അതിനെ തുടർന്ന് ചിലർ കൊല്ലപ്പെട്ടതായിട്ടും പാലക്കാട് ഗ്രന്ഥാവലിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണത്രേ ഇളയച്ചൻ ഇടം തമ്പുരാന്റെ മരുമകനായ പങ്ങിയച്ഛനും പുളിക്കലിടത്തിലെ കേളുവച്ഛനും എല്ലാം കൂടി മൈസൂരിലേക്ക് പോയി സഹായം അഭ്യർത്ഥിച്ചത്. ഈ പ്രദേശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എങ്ങും കൃഷിയിടങ്ങളാണ് ഭൂരിഭാഗവും. ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിലും ഒരു കാലത്ത് കൃഷിയായിരുന്നു. യമൂർ ഭഗവതിയുടെ സ്വർണം ഉരുക്കിയെടുത്ത് ഹൈദരാലിയുടെ സൈന്യത്തിന് പ്രതിഫലമായി നൽകിയതിനെ കുറിച്ച് വിശദമായിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാവശ്ശേരി പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. ഇതിന്റെ പരിസരത്തും ഇതേപോലെ തന്നെ അഗ്രഹാരമാണെന്ന് തോന്നുന്നു. അപ്പൊ അതൊക്കെ പുതിയ വീടുകളായിട്ടുണ്ട്. പഴയ വീടുകൾ പൊളിച്ചിട്ടു കാണാനുണ്ട്. കാവശ്ശേരി രാജാവിന്റെ വീട് അന്വേഷിച്ച് പോവുകയാണ്. അതോടൊപ്പം തന്നെ പണ്ട് ഇവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ, അതും നമ്മൾ തിരയുകയാണ്. കോണിക്കൽ ഇടത്തിൽപ്പെട്ടതാണ് ഈ പ്രദേശങ്ങളെല്ലാം. വലിയ കോണിക്കലിടം, കിഴക്കേ കോണിക്കലിടം, തരൂർ കോണിക്കലിടം, കാവശ്ശേരി കോണിക്കലിടം. എന്തുകൊണ്ടോ തരൂര് ആ സ്വരൂപത്തിന്റെ ആ പേര് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറ്റ് ഇടങ്ങളുടെ പേര് കാര്യമായിട്ട് പറഞ്ഞു കേൾക്കുന്നില്ല. അധികാര പരമ്പരയിൽ 3ാമത്തെ രാജാവായി വരുന്ന കാവശ്ശേരി രാജാവിന്റെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന വീടാണ് ഈ ഇടതുവശത്ത് കാണുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു ഈ വീടിനെ കുറിച്ച്. പലരോടും ചോദിച്ച് ഞാൻ അവസാനം ഈ വീടിന്റെ പരിസരത്തെത്തി, കാവശ്ശേരി. അപ്പൊ ഇതിന്റെ അടുത്ത് താമസിക്കുന്ന ഒരാളെ കണ്ടു. ഈ വീടിന്റെ കുറച്ച് പുറകിൽ തന്നെ താമസിക്കുന്ന ആളാണ്. അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ മുഖം കാണിക്കാൻ വിട്ടുപോയി. അപ്പൊ എന്താണ് അദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. മൈക്ക് ഓണാക്കാനും മറന്നുപോയി. അല്ല, ഇത് പഴയ തറവാട്. എന്താ വീട്ടും പേര്? അല്ല, പഴയ വീട്ടും പേരുണ്ട്. പ്രഭാത മന്ദിര. ഇവിടെ വെച്ചിരുന്ന ആൾക്കാർ. അതെ, ഇതെന്താ പേര് പറഞ്ഞ? പ്രഭാത് മന്ദിര. അപ്പൊ ഇപ്പൊ ആരാ അവിടെ ഉള്ളത്? ഞാൻ പട്ടാമ്പിന്നാണ്. ഞാനിവിടെ ഈ കാവശ്ശേരിയുടെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. അല്ല, ഞാൻ ഈ റോഡ് അങ്ങോട്ട് പോകുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ഇതിന്റെ സ്ഥലത്തിന്റെ പേര് കോട്ടപ്പറമ്പിൽ. ഇവിടെ കോട്ട ഉണ്ടായിരുന്നോ? റോഡ് അങ്ങനെ പേരായത് ഇവിടെ കോട്ടയൊന്നുമില്ല. ഇല്ല അല്ല, ഈ കോട്ടപ്പറമ്പ് എന്നുള്ള പേര് കേട്ടിട്ട് ഇറങ്ങിയതാ ഞാൻ. പേരിട്ടതാണ്. അപ്പൊ ഇത് പ്രഭാ മന്ദിരം അല്ലേ? അവിടെ ഇപ്പൊ ആരാ താമസിക്കുന്നത്? അതെ, ശരി. ഇപ്പൊ ഇവരുടെ കരൂര് അവരുടെ മലമ്പുഴ പോണവര് മലമ്പുഴക്ക് പോകുന്നുണ്ട്. അകത്തേത്തറ പറഞ്ഞു. അകത്തേത്തറ ഇഷ്ടം പോലെ ഈ വീട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. എന്തായാലും വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നില്ല. അവരുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കണമല്ലോ. അതുകൊണ്ട് പുറത്തു നിന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പഴയ ചരിത്ര രേഖ പ്രകാരം ഈ പ്രദേശത്തിന്റെ ഇതിന്റെ അടുത്ത് എവിടെയോ ആയിട്ട് ഒരു കോട്ടയുണ്ടായിരുന്നു. ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഈ കോട്ടയെക്കുറിച്ച് അറിയില്ല.
ഇതിന് തൊട്ട് പോകുന്ന ഈ റോഡ് കോട്ടപ്പറമ്പ് റോഡ് എന്നാണ്. വെറുതെ ആ ഒരു പേര് കിട്ടിയതായിരിക്കില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും ഇടയ്ക്ക് ആ കാലത്ത് ഇവിടെ ഒരു 64ഓളം ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നതായിട്ടും ആ കാലഘട്ടത്തിൽ കൃഷ്ണദേവരായരുടെ സൈന്യം ഈ പ്രദേശം കീഴടക്കി ഇതിന്റെ പരിസരത്ത് ഒരു കോട്ട നിർമ്മിക്കുകയും ചെയ്തതായിട്ട് ചില ചരിത്രരേഖയിൽ കാണാനുണ്ട്. അന്ന് ഈ പ്രദേശങ്ങളെല്ലാം ചേരമാൻ പെരുമാളിന്റെ കീഴിലായിരുന്നു അത്രേ. അദ്ദേഹത്തിന്റെ 36ാമത്തെ ആ വർഷത്തില് ഈ പ്രദേശം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് മണിച്ചനെയും വിക്രമനെയും പറഞ്ഞയച്ചതായിട്ടും അവരുടെ സൈന്യം ഈ പ്രദേശം 3 ദിവസങ്ങൾ കൊണ്ട് പിടിച്ചടക്കി പിന്നീട് ഈ കോട്ടയെല്ലാം തകർത്ത് കളഞ്ഞതായിട്ടും കാണാനുണ്ട്. കോട്ടപ്പറമ്പിലെ റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. KV കൃഷ്ണയ്യർ എഴുതിയിട്ടുള്ള പുസ്തകത്തിലെ ചില വരികൾ ഒരു ഓൺലൈൻ ബ്ലോഗിൽ ഞാൻ കാണുകയുണ്ടായി. അതുപ്രകാരം AD 1510 ജൂൺ മാസത്തിനും നവംബർ മാസത്തിനും ഇടയ്ക്ക് ആയിരുന്നു അത്രേ കൃഷ്ണദേവരായരുടെ സൈന്യം ഈ പ്രദേശത്തേക്ക് വന്നത് പോർച്ചുഗീസുകാരെ സഹായിക്കാൻ. ഇവിടെ ഈ കോട്ടപ്പറമ്പിന്റെ അവസാനമാണ് ഈ ഭാഗം. അതായത് ഇവിടുന്ന് അങ്ങോട്ട് റോഡില്ല. ഇവിടെ എല്ലാം പരന്നിട്ടൊക്കെ കാണുന്നുണ്ട് ഈ സ്ഥലം. എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന കോട്ട ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഏകദേശം പേരുകൾ കേട്ടപ്പോൾ ഞാൻ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ തന്നെ ആയിരുന്നോ എന്ന് ഒരു ഉറപ്പുമില്ല. അങ്ങനെ ഈ രായരുടെ ഈ സൈന്യം ഈ പോർച്ചുഗീസുകാരെ സഹായിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ അവരെ ആക്രമിച്ച് കീഴടക്കാൻ സാമൂതിരി നേരിട്ട് നയിക്കുന്ന 10,000 നായർ പടയാളികൾ അടങ്ങുന്ന സൈന്യം എത്തുകയും ഈ കോട്ട പൊളിച്ചു കളയുകയും ചെയ്തു എന്നാണ്. യാത്ര തുടരുന്നു. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.